Majestic Jewelers, Tirur, Gold, Diamonds, Silver and Watches. വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ വെഫിക്ക് കീഴിൽ നടത്തിവരുന്ന എക്സലൻസി ടെസ്റ്റ് ഞായറാഴ്ച നടക്കും. 10ാം തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുന്ന മാതൃകാ പരീക്ഷയായ എക്സലൻസി ടെസ്റ്റ് ജില്ലയിലെ 129 കേന്ദ്രങ്ങളിലാണ് നടക്കുന്നതെന്ന് സംഘാടകർ താനൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്കൂളുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന എക്സലൻസി ടെസ്റ്റിൽ നേരത്തെ അപേക്ഷിച്ച് 11,000-ഓളം വിദ്യാർത്ഥികൾ പങ്കാളികളാകും. ചോദ്യ മികവ് കൊണ്ടും സംവിധാനം കൊണ്ടും മികവ് പുലർത്തുന്ന പരീക്ഷയാണ് എക്സലൻസി ടെസ്റ്റ്. ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരവും പരീക്ഷയിലെ അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ എക്സലൻസിക്ക് സാധിച്ചിട്ടുണ്ട്. മികവാർന്ന ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ അവർക്ക് മോട്ടിവേഷൻ നൽകിക്കൊണ്ടാണ് അവരെ പരീക്ഷയിലേക്ക് ഇരുത്തുന്നത്. 129 സെൻറ്ററുകളിലും വളരെ ട്രെയിൻ ചെയ്ത ട്രെയിനീസിൻ്റെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസ് നടക്കും. അതിനെ തുടർന്നാണ് വ്യത്യസ്ത വിഷയങ്ങളിൽ പരീക്ഷ നടക്കുന്നത്. ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ് മീഡിയങ്ങളിലാണ് എക്സലൻസി ടെസ്റ്റ് നടക്കുന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് 4 സമാപിക്കുന്ന എക്സലൻസി ടെസ്റ്റിനോടനുബന്ധിച്ച് ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എക്സലൻസി ടെസ്റ്റിന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ ഉദ്ഘാടനം SMHS രാരിമംഗലം സ്കൂളിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം പ്രാദേശിക കേന്ദ്ര ഡയറക്ടർ ഡോക്ടർ ഫൈസൽ KP നിർവഹിക്കും. നാളെ രാവിലെ 9 മണിക്ക് ജില്ലയുടെ ഉദ്ഘാടനം താനൂർ രായിരമംഗലം ഹൈസ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം പ്രാദേശിക കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ KP ഫൈസൽ ജില്ലാ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ഉദ്ഘാടന സംഗമത്തിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൽ ഹഫീൽ അഹ്സനി അധ്യക്ഷത വഹിക്കും. SF മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹഫീൽ ഹസ്നി അധ്യക്ഷത വഹിക്കും. ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാദിഖ് തെന്നല, ജില്ലാ സെക്രട്ടറി PT മുഹമ്മദ് അഫ്ലൽ എന്നിവർ സംസാരിക്കും. അബൂബക്കർ, ജഫർ, ഷാമിൽ ഇർഫാനി, V സിറാജുദ്ദീൻ എന്നിവർ സംബന്ധിക്കും. പരീക്ഷാഫലം ഫെബ്രുവരി 14 പ്രസിദ്ധീകരിക്കും. മുഹമ്മദ് സാദിഖ് തെന്നല, സിറാജുദ്ദീൻ, PT മുഹമ്മദ് അഫ്ലൽ, മുഹമ്മദ് അത്തീഖ് റഹ്മാൻ, റഹീം, സക്കാഫി മീനെടുത്തൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.